ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂൺ മാസം 7-ാം തീയതി വെള്ളിയാഴ്ച ദിവസം 1799, ഇടവ മാസം 24-ാം തീയതി, ഇന്ത്യൻ തീയതി ശ്രേഷ്ഠമാസം 17-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:32 നാളത്തെ തിഥി പ്രഥമ തിഥിയാണ്. നാളത്തെ ഉദയാൽപര നക്ഷത്രം മകയിര നക്ഷത്രമാണ്. മകയിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച രാത്രി 8:18 മകയിര നക്ഷത്രം അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച രാത്രി 7:45 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മകയിര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മകയിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച രാത്രി 8:18. അതുപോലെ തന്നെ മകയിര നക്ഷത്രം അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച രാത്രി 7:45. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മകയിര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മകയിര നക്ഷത്രം എന്ന് പറയുന്നത് ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് മകയിര നക്ഷത്രം. ജ്യോതിഷം മകയിര നക്ഷത്രത്തെ 2 രാശികളിലായിട്ടാണ്, 2 കൂറുകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യ പകുതി, ഒരു നക്ഷത്രത്തിൻ്റെ പകുതി 2 പാദങ്ങൾ ഇടവക്കൂറിലും 2 പാദങ്ങൾ മിഥുനക്കൂറിലുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മകയിര നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കുക, മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ ഇടവക്കൂറിലും പിന്നീടുള്ള 2 പാദങ്ങൾ മിഥുനക്കൂറിലുമാണ്. അപ്പോൾ മകയിര നക്ഷത്രമാണെന്ന് മാത്രം ധരിച്ചു വെക്കാതെ ഏത് കൂറിലാണ് തങ്ങളുടെ നക്ഷത്രം വന്നു ചേർന്നിരിക്കുന്നത് എന്നും കൂടി വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നാളെ ജനിക്കുന്ന കുട്ടികളുടെ സമയം പറഞ്ഞുവല്ലോ, അതുപോലെ തന്നെ അവർ ഏത് കൂറിൽപ്പെട്ടവരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. വ്യാഴാഴ്ച രാത്രി 8:18 മുതൽ വെള്ളിയാഴ്ച രാവിലെ 8:18 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഇടവക്കൂറിൽപ്പെട്ട മകയിരം 2 പാദം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. വെള്ളിയാഴ്ച രാവിലെ 8:18 മുതൽ നക്ഷത്രം തീരുന്ന സമയമായ വെള്ളിയാഴ്ച രാത്രി 7:45 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മിഥുനക്കൂറിൽപ്പെട്ട മകയിരം 2 പാദം നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ജ്യോതിഷം മകയിര നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നത്, മകയിര നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണെന്നും ഈ നക്ഷത്രത്തിൻ്റെ ദേവത ബ്രഹ്മാവാണെന്നും ഭൂതം ഭൂമിയാണെന്നും മൃഗം പാമ്പാണെന്നും അതുപോലെ തന്നെ പക്ഷി പുള്ളാണെന്നും ഇവരുടെ ജനനം ചൊവ്വ ദശയിലാണെന്നുമാണ് ജ്യോതിഷം പറയുന്നത്. എല്ലാ മകയിര നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് ചൊവ്വ ദശാകാലം, അല്ലെങ്കിൽ ചൊവ്വ ദശയിലാണ് മകയിര നക്ഷത്ര ജാതകർ ജനനം കൊള്ളുന്നത് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാര്യനിർവഹണത്തിൽ സമർത്ഥരാണ് മകയിര നക്ഷത്ര ജാതകർ എന്നാണ് ജ്യോതിഷം പറയുന്നത്. ജ്യോതിഷം പറയുന്നത് മകയിര നക്ഷത്ര ജാതകർ കാര്യനിർവഹണത്തിൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഉത്തരവാദിത്തത്തോടെ ചെയ്യുവാൻ അവർ സമർത്ഥരാണെന്നാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാർ പ്രവർത്തന രംഗത്ത് ആവേശം പ്രകടിപ്പിക്കുന്നവരാണ്. തൊഴിലിൽ സ്ഥിരതയുണ്ടാകുകയില്ല. അവരുടെ ഒരു പ്രധാന പ്രശ്നമാണ് സ്ഥിരമായൊരു തൊഴിൽ ഇവർക്കുണ്ടാകുകയില്ല. തൊഴിൽ മാറി മാറി ചെയ്യും. ഇവർ അധ്വാനശീലരാണ്, കുടുംബസ്നേഹികളാണ്, മാതൃഭക്തരാണ്, ഈശ്വരവിശ്വാസികളാണ്. പക്ഷെങ്കിൽ തൊഴിലിൽ ഇവർക്ക് സ്ഥിരത ഉണ്ടാകുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, ഈശ്വരനെയൊക്കെ വിളിച്ചിട്ട് ഇവർക്ക് എന്താണ് തൊഴിലിൽ സ്ഥിരത ഉണ്ടാകാത്തത്, അതെന്താണെന്നുള്ളതാണ് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ചന്ദ്രനാൽ ഇവരുടെ തൊഴിൽ ഭാവം എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത് നോക്കാം. ഇടവക്കൂറിൻ്റെ തൊഴിൽ ഭാവം എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ്. അപ്പോൾ കുംഭൻ രാശിയാണ് ഇവരുടെ തൊഴിലിൻ്റെ ഭാവം. അപ്പം അത് ശനിയുടെ സ്വക്ഷേത്രമാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ജോലി സ്ഥിരത ഉണ്ടാകാത്തത്, സ്ഥിരമായിട്ട് ജോലി ഉണ്ടാകാത്തത്? അതിൻ്റെ കാരണം ഇടവക്കൂറുകാരുടെ തൊഴിൽ ഭാവം എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ്. അതുപോലെ തന്നെ മിഥുനക്കൂറുകാരുടെ തൊഴിൽ ഭാവം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്. വ്യാഴമാണ് തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ. മീനൻ രാശി വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്, വ്യാഴമാണ് മീനൻ രാശിയുടെ അധിപൻ. അപ്പോൾ മിഥുനക്കൂറുകാരുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത്
വ്യാഴമാണ്. ഇപ്പോൾ വ്യാഴം 12-ാം ഭാവത്തിലാണ്, മിഥുനക്കൂറുകാരുടെ 12-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ഞാൻ മിക്കവാറും നക്ഷത്രഫലം പറയുമ്പോൾ പറയും, തൊഴിൽപരമായി അത്ര മെച്ചമായ സാഹചര്യമല്ല, തൊഴിൽ സ്ഥിതി അനുകൂലമല്ല. 12-ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യയഭാവമാണ്. വ്യയഭാവം, നഷ്ടഭാവം. അപ്പം തൊഴിൽപരമായി ഇവർക്ക് അപ്പോൾ അത്ര അനുകൂലമായ സമയമല്ല. എന്നാൽ ഇടവക്കൂറിൽപ്പെട്ടവർക്ക് തൊഴിൽപരമായി ഇപ്പോൾ അനുകൂലമായ സമയമാണ്. അപ്പോൾ ഇവർക്ക് സ്ഥിരത ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഇവർക്ക് തൊഴിൽ സ്ഥിരത ഉണ്ടാകില്ല എന്ന് ജ്യോതിഷം പറയുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് പറയേണ്ടത്. ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മിഥുനക്കൂറുകാരുടെ 10-ാം ഭാവത്തിൻ്റെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. വ്യാഴം മിഥുനക്കൂറിൻ്റെ അധിപനായ ബുധനെ ശത്രുവായിട്ട് കാണുന്നു. ശുഭഗ്രഹങ്ങളാണ്. ചില സമയങ്ങളിൽ അവർ ശത്രുത ഇല്ലാതാകും, ചിലപ്പോൾ അവർ ബദ്ധശത്രുക്കളാകും. അങ്ങനെ ഈ ഗ്രഹങ്ങൾ തൊഴിൽ ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ശത്രു സാഹചര്യങ്ങളിൽ കൂടി പോകുമ്പോൾ ഇവർക്ക് ആ തൊഴിൽ നഷ്ടപ്പെടും, ഇവർ മറ്റൊരു തൊഴിലേക്ക് മാറും. അപ്പോൾ അങ്ങനെയാണ് ഇവർക്ക് ഈ തൊഴിൽ നഷ്ടം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് തൊഴിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ദശാകാലവുമായി ബന്ധപ്പെട്ട് അപകാര സമയത്തും തൊഴിൽ നഷ്ടപ്പെടാം, അതുപോലെ തന്നെ പുതിയ തൊഴിൽ സ്വീകരിക്കാം. ചിലപ്പോൾ കുറേ നാൾ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സാഹചര്യവും വന്നു ചേരും. അപ്പോൾ ഇതൊക്കെ മകര നക്ഷത്ര ജാതകർക്ക് വന്നിരുന്ന സമയമാണ്. ഇപ്പോൾ ശനി, ഇടവക്കൂറുകാർക്ക് ശനി സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ആരുടെയും ശത്രുതയൊന്നും ഇല്ലാതെ നിൽക്കുന്നതുകൊണ്ട് തൊഴിൽപരമായി നേട്ടം ഇപ്പോഴുണ്ട്. ഇനി ശനി ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്കും ഇടവക്കൂറിൽപ്പെട്ടവർക്കും തൊഴിൽ സ്ഥിരത ഉണ്ടാകത്തില്ല, അവർക്കും തൊഴിൽ നഷ്ടപ്പെടാം, വീണ്ടും മറ്റൊരു തൊഴിൽ സ്വീകരിക്കും, അങ്ങനെ മാറി മാറിപ്പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് ശത്രുത ഉള്ളതുകൊണ്ടാണ്. അതായത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചോളം മിഥുനക്കൂറിൻ്റെ അധിപൻ ബുധനാണ്. ബുധനെ വ്യാഴം ശത്രുവായിട്ട് കാണുന്നു, തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ ഇവർക്ക് ശത്രുത വരുമ്പോൾ എപ്പോഴും വരത്തില്ല, ശുഭഗ്രഹങ്ങളാണ്, രണ്ടുപേരും ശുഭഗ്രഹങ്ങളാണ്. പക്ഷെങ്കിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഏതെങ്കിലും ഒരു പാപഗ്രഹത്തോട് കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ പാപഗ്രഹമാകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില സ്ഥാനങ്ങൾ ശത്രുതകളാകുന്നു. ആ സ്ഥാനത്ത് വരുമ്പോൾ ഇവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. അങ്ങനെയാണ് ജ്യോതിഷം അതിനെ വിശദീകരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവർക്ക് തൊഴിൽ സ്ഥിരത ഉണ്ടാകില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശനിക്കും, ശനി ചില സ്ഥാനങ്ങളിലൊക്കെ ദോഷം ചെയ്യുന്ന സാഹചര്യങ്ങൾ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടും. അത് അപകാര സമയത്തൊക്കെ ഉണ്ടാകാം. അങ്ങനെയും തൊഴിൽ നഷ്ടപ്പെട്ട് മറ്റൊരു തൊഴിലേക്ക് മാറി തൊഴിൽ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പിന്നീട് ജ്യോതിഷം പറയുന്നത് ഇവരുടെ ബാല്യത്തിൽ വേണ്ടത്ര സുഖസൗകര്യങ്ങൾ ഉണ്ടാകില്ലെന്നാണ് പറയുന്നത്. ഇവർ ഈ മകര നക്ഷത്ര ജാതകർ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ബാല്യത്തിൽ വേണ്ടത്ര സുഖസൗകര്യങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അതൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം നക്ഷത്രം. അപ്പോൾ ആ മകരം 2 പാദം നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു. ആദ്യത്തെ ദശാകാലം ചൊവ്വയുടെ ദശാകാലമാണ്. അപ്പോൾ ഈ കുട്ടി ജനിക്കുന്നത് മിഥുനക്കൂറിലാണ്. മിഥുനക്കൂറിൻ്റെ അധിപൻ ബുധനാണ്. ചൊവ്വ ബുധനെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ ജനിക്കുന്ന സമയത്ത് ഈ ശത്രുത വന്നാൽ ആ കുട്ടിയുടെ ബാല്യകാലം കഷ്ടത നിറഞ്ഞായിരിക്കും. മാതാപിതാക്കൾ ചിലപ്പോൾ പരസ്പരം ശത്രുതയിൽ ആകാൻ സാധ്യതയുണ്ട്. അവർ തമ്മിൽ പൊരുത്തപ്പെടാതെ പ്രശ്നങ്ങളുമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെയും ചിലരുടെ ജാതകത്തിൽ കാണാം. ചിലർക്ക് ഈ കുട്ടിയുടെ ജനനം കൊണ്ട് വേണ്ടത്രതായ, അതായത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അനിഷ്ടസ്ഥാന സ്ഥിതിയിലാണെങ്കിൽ ആ കുട്ടിക്ക് ആ സമയത്ത് ബാലാഷ്ടകളും രോഗങ്ങളും ദുരിതങ്ങളും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ദോഷങ്ങളും ഒക്കെ സംഭവിച്ച് ആ കുട്ടിയുടെ ബാല്യകാലം പൊതുവെ ദോഷമായിരിക്കും. ഈ ചൊവ്വയുടെ ദശാകാലം കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ദശാകാലമായ രാഹുവിൻ്റെ ദശാകാലമാണ്. അതും കാര്യമായ ഗുണങ്ങൾ കൊടുക്കുന്ന ഒരു ദശാകാലമല്ലെങ്കിൽ, ഇപ്പോൾ ആ കുട്ടിയുടെ ദശാകാലം അനുസരിച്ച് ബാല്യകാലമൊക്കെ രാഹുവിൻ്റെയും ചൊവ്വയുടെയും സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ശോഭനമാകത്തില്ല. എന്നാൽ ചിലർക്കൊക്കെ ജനിക്കുന്ന സമയത്ത് ഈ രാഹുവും ചൊവ്വയും ബലവാന്മാരായിട്ട് നിൽക്കുന്നതെങ്കിൽ, ശുഭത്തെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബാല്യകാലമൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകും, അഭിവൃദ്ധി ഉണ്ടാകും. അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. അത് ജനിക്കുന്ന സമയത്ത് പ്രത്യേകതകൾ കൊണ്ടാണ് അങ്ങനെ വന്നു ചേരുന്നത് എന്നുള്ളതാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇവർ നല്ല വീടിനും
വാഹനങ്ങൾക്കും ഉടമസ്ഥരായി തീരുമെന്നാണ്. അത് പറയുന്നത് ഇവരുടെ പിന്നീടുള്ള ദശാകാലം കഴിഞ്ഞാണ്. അവർക്ക് ഈ വ്യാഴ ദശാകാലം ഇവർക്ക് അനുകൂലമാണെങ്കിൽ ആ സമയത്ത് ഇവർക്ക് നല്ല വീടും വസ്തുവൊക്കെ ഉണ്ടാകും. അതല്ല ശനിയുടെ ദശാകാലമാണ് ഇവർക്ക് ശോഭനമാണെങ്കിൽ 50 വയസ്സിന് മുമ്പ് തന്നെ ഇവർക്ക് വീട് വസ്തു കാര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും എന്നുള്ള കാര്യം കൂടി ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് വാക്സാമർത്ഥ്യം, സൗന്ദര്യം, സമ്പത്ത്, അനുകരണ സ്വഭാവം, സന്താന ഭാഗ്യം എന്നിവയുള്ളവരാണെന്ന് പറയുന്നു. എവിടെയും മാന്യത ലഭിക്കുന്നവരാണ്, മനഃശാന്തി കുറഞ്ഞവരുമാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മകര നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞു തരുവാനുള്ളത്. വിശദീകരിച്ച് പറയാൻ സമയമില്ല, എല്ലാ മാസവും ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ട മകര നക്ഷത്ര ജാതകരുടെ ജീവിതം ഏത് ദശാകാലത്ത് കൂടിയാണ് കടന്നു പോകുന്നതെന്നുള്ള ഒരു കണക്കും പറഞ്ഞു തരാം. അതായത് ചൊവ്വാദശയിലാണ് മകര നക്ഷത്ര ജാതകർ ജനിക്കുന്നത്. ചൊവ്വാദശ ഒരു 4 വർഷം ഉണ്ടെന്നിരിക്കട്ടെ, ഉദാഹരണത്തിന് 4 വർഷം ഉണ്ടെന്നിരിക്കട്ടെ. 4 വയസ്സ് വരെ ചൊവ്വ ദശാകാലമായിരിക്കും. പിന്നീട് 18 വർഷം രാഹുവിൻ്റെ ദശാകാലമാണ്. 22 വയസ്സായി. 22 വയസ്സ് കഴിഞ്ഞാൽ 16 വർഷം വ്യാഴദശാകാലമാണ്. ഈ വ്യാഴദശാകാലം അനുകൂലമാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല തൊഴിലും അതുപോലെ തന്നെ തൊഴിൽപരമായുള്ള അഭിവൃദ്ധിയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും. 16 വർഷമുണ്ട്. 22ഉം 6, 28, 10, 38 വയസ്സ് വരെ വ്യാഴദശാകാലമാണ്. വ്യാഴദശാകാലം കഴിഞ്ഞ് തൊട്ടടുത്ത ദശാകാലം ശനി ദശാകാലമാണ്. 19 വർഷം, 38, 47, 10, 57 വയസ്സ് വരെ ശനി ദശാകാലം അനുകൂലമാണെങ്കിൽ ശോഭനമായ എന്നൊരു നല്ല കാലമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഇവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി, സ്വത്തൊക്കെ സമ്പാദിക്കാൻ പറ്റുന്നൊരു സമയമാണ്. ഈ സമയത്ത് മകര നക്ഷത്ര ജാതകർക്ക് ദശാകാലം അനുസരിച്ച് ഗുണകരമല്ലെങ്കിൽ, വ്യാഴവും ശനിയും ഒന്നും ഗുണഫലങ്ങൾ നൽകുന്നില്ലെങ്കിൽ സാധാരണ ഒരു ജീവിതം അവർക്ക് എങ്ങനെ നൽകുന്നു അതനുസരിച്ചായിരിക്കും അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക. 57 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 17 വർഷം ബുധദശാകാലമാണ്. 74 വയസ്സുകൊണ്ട് ബുധദശാകാലം തീരും. പിന്നെ 7 വർഷം കേതുദശാകാലമാണ്. അങ്ങനെ 81 വയസ്സായി. 81 വയസ്സ് കഴിഞ്ഞാൽ 20 വർഷം ശുക്രദശാകാലമാണ്. അപ്പോൾ അങ്ങനെ 101 വയസ്സായി. അത് കഴിഞ്ഞാൽ പിന്നെ 6 വർഷം ഇവർക്ക് സൂര്യദശാകാലം. 87, 10 വർഷം ചന്ദ്രദശാകാലം, 117. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഗ്രഹനില കയ്യിലുള്ളവർക്ക് ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രകാരം പ്രായവുമായി കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ ഏത് ദശാകാലത്തൂടെയാണ് കടന്നു പോകുന്നത് അറിയാൻ പറ്റും. അത് ഗുണകരമാണെങ്കിൽ നന്ദി പറയുക, മഹാദേവന് നന്ദി പറയുക. ദോഷമാണെങ്കിൽ ദോഷപരിഹാരം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം മകര നക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് അത്തം, ചിത്തിര, രേവതി, ഭരണി, അവിട്ടം, ചതയം, രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ്. അത്തം, ചിത്തിര, രേവതി, ഭരണി, അവിട്ടം, ചതയം, രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് അശ്വതി, കാർത്തിക, ഉത്രട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നും പറയുന്നു. അതുകൊണ്ട് ഈ നാളുകാർ വളരെ ശ്രദ്ധയോടുകൂടി വേണം നാളത്തെ എല്ലാ കാര്യങ്ങളും ഇടപെടുവാൻ എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. ഇനി നാളെ വെള്ളിയാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്. നാളത്തെ ദിവസം പകൽ സമയം ശുഭദിനമായി അല്ലെങ്കിൽ ശുഭദിനത്തിലെ പ്രധാനപ്പെട്ട സമയമായി ജ്യോതിഷം വേർതിരിച്ച് പറയുന്നു. നാളെ വെള്ളിയാഴ്ച ദിവസം ശുഭദിനമാണ്. ആ ശുഭദിനത്തിലെ പ്രധാനപ്പെട്ട സമയം, ശുഭകാര്യങ്ങൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട സമയം ജ്യോതിഷം വേർതിരിച്ച് പറയുന്നുണ്ട്. അത് രാവിലെ 6:07 മുതൽ 7:37 വരെ നല്ല സമയമാണ്. പിന്നീട് 9:07 മുതൽ 10:37 വരെ നല്ല സമയമാണ്. അതിനുശേഷം 11:36 മുതൽ 1:37 വരെ നല്ല സമയമാണ്. പിന്നീട് 3:07 മുതൽ 5:07 വരെയും ശുഭസമയമാണ്. ഈ സമയം നോക്കി ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്നുള്ളത് എടുത്തു പറയുന്നു. ഇത് പൊതുവായിട്ടുള്ള സമയമാണ്. ലഗ്നം കൊണ്ട് കണ്ടുപിടിച്ചതല്ല, പൊതുവായിട്ടുള്ള സമയമാണ്. ഇവിടെ ലഗ്നമോ മുഹൂർത്ത രാശിയോ ഇല്ല. പ്രധാനപ്പെട്ട സമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു. പൊതുവായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെ വേർതിരിച്ച സമയത്തെ പറയുന്നത്. ഇനിയും നാളത്തെ
സംഖ്യാശാസ്ത്രം ചിന്തിക്കാം. നാളത്തെ സംഖ്യാശാസ്ത്രം പറയുന്നത് നാളത്തെ ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണ്. സംഖ്യാശാസ്ത്രപരമായുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ പറയുന്നത്. നാളത്തെ തീയതി 7 ഏതൊരു മാസത്തെയും 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ അത് ഒറ്റ സംഖ്യ 7 വരുന്നു. അങ്ങനെ 7 വരുന്നവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരാൻ സാധ്യതയുള്ളതെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പം അതുകൊണ്ട് പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നിറങ്ങൾ സ്വാധീനിച്ച് നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. നിറങ്ങളുടെ സ്വാധീനം കൊണ്ട് നാളത്തെ ദിവസം 7 ജന്മസംഖ്യയായി വരുന്നവർക്ക് നല്ല ഫലങ്ങൾ വന്നു ചേരും. മാത്രമല്ല പേരിൽ OZ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് ഈ വീഡിയോയിൽ കൂടി പറയുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് താല്പര്യത്തോടുകൂടി കേൾക്കുവാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറാണ്. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേവന്മാർ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യ അഭ്യസിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. സ്ത്രീകൾ മുഖേന ധനം കുടുംബത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി തൃപ്തികരമാണ്. തൊഴിൽപരമായ നേട്ടമുണ്ട്. പിതാവിൻ്റെ സ്ഥിതി തൃപ്തികരമല്ല. അപ്പോൾ നാളത്തെ ദിവസം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സഹോദരങ്ങളാലുള്ള സ്നേഹവും സുഹൃത്തുക്കളാലുള്ള സഹകരണവും ഒക്കെ വർദ്ധിച്ചു വരാൻ സാധ്യതയുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. തൊഴിൽ നേട്ടമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. തൊഴിൽപരമായ നേട്ടം നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം. കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവർക്ക് നാളത്തെ ദിവസം ബുദ്ധിപരമായ പ്രവർത്തന വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. അറിവുള്ളവരെ പോലെ പെരുമാറുന്ന ദിവസമാണ്. അങ്ങനെ കീർത്തിയും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. ഒരിക്കലും നശിക്കാത്ത സമ്പത്ത് ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം സംബന്ധിച്ച് ഉള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും ശത്രുതകൾക്കും സാധ്യതയുണ്ട് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ സമയമാണ്. പിതാവിൻ്റെ സ്ഥിതി അത്ര തൃപ്തികരമായ സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നതെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. വിദ്യാർത്ഥികൾക്കും വിദ്യ അഭ്യസിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ദിവസമാണെങ്കിലും നാളെ ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായ നല്ല ഫലങ്ങൾ തന്നെ വന്നു ചേരുമെന്ന് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബത്തിൻ്റെ സ്ഥിതി തൃപ്തികരമല്ല. ധനസ്ഥിതി തൃപ്തികരമല്ല. ഉയർച്ച താഴ്ചകളിൽ കൂടി പോകും. തൊഴിൽപരമായ തൃപ്തികരമല്ല. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവരുടെ അനുഭവത്തിൽ വന്നു ചേരും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ദിവസമല്ല. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. പല കാര്യങ്ങളിലും ഇവർക്ക് വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുവാൻ പറ്റാത്ത ഒരു ദിവസമാണ്. പല കാര്യങ്ങളിലും നഷ്ടം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ നാളെ പൂർണ്ണ സത്യസന്ധരായിട്ട് പെരുമാറിയാൽ പോലും കപട ഹൃദയരെന്ന് വിളിക്കപ്പെടുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ്. അപ്പോൾ അങ്ങനെ തിക്താനുഭവങ്ങൾ നിറഞ്ഞ ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് മിഥുനക്കുറിൽപ്പെട്ട മകീരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേവന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖം പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ പറ്റുന്ന അനുയോജ്യമായ ഒരു ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ്. അവർക്ക് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നൊരു ദിവസമാണ്. വളരെ തന്മയത്വത്തോടുകൂടി, ഹാസ്യത്തോടുകൂടി പല കാര്യങ്ങളിലും ഇവർ ഇടപെടും. അവിടെയൊക്കെ ഇവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. അങ്ങനെ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നാളത്തെ ദിവസം നേട്ടങ്ങളും എല്ലാം കൊണ്ടും അവർക്ക് അനുകൂലമായ ഫലങ്ങളും വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർ അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി ഇവർക്ക് അനുകൂലമായ സമയത്താണ് അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായ ഒരു ദിവസമാണ്. രാജ്യയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ രാജ്യയോഗ തുല്യമായ അനുഭവങ്ങൾ അത് മുഖേന
അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള ദിവസമാണ്. അവർക്ക് കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്. അങ്ങനെ അവർക്ക് നാളത്തെ ദിവസം ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കും. നഷ്ടസാധ്യത ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം മറികടന്നുള്ള രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വന്നു ചേരുമെന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നാളത്തെ ദിവസം എന്തുകൊണ്ടും അനുകൂലമായ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്ന് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം മുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നൊരു ദിവസമാണ്. പിതാവ് മുഖേനയും നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. ജനങ്ങളാൽ അറിയപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് നാളത്തെ ദിവസം സകല ഭാഗ്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽ ഗുണം ഉൾപ്പെടെ ദാമ്പത്യ ജീവിത വിജയം ഉൾപ്പെടെ സകലവിധമായ ഭാഗ്യങ്ങളും വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടമുള്ളൊരു ദിവസമാണ്. നാളത്തെ ദിവസം ആരോഗ്യം മെച്ചമായിരിക്കും. അതുപോലെ തന്നെ ഭാഗ്യകരമായ അനുഭവങ്ങൾ അവർക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ചിട്ടിയുള്ളവർക്കൊക്കെ ചിട്ടി ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സമ്പാദ്യമായിട്ട് ചിട്ടിയിൽ ചേർന്നവർക്ക് ചിട്ടിയൊക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എങ്കിലും നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ആപത്തും അനർത്ഥങ്ങളും അല്ലെങ്കിൽ അവർ മുഖേനയുള്ള ചതിയും ശത്രുതയും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് പ്രത്യേകം ഞാൻ പറഞ്ഞു തരുന്നു. ആൺമക്കളെ കൊണ്ട് ഗുണകരമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റിയൊരു സമയമല്ല. അതുപോലെ തന്നെ നാളത്തെ ദിവസം പിതാവ് മുഖേനയുള്ള ശത്രുതകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല. ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുരം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഇവർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. കുടുംബസുഖം പ്രതീക്ഷിക്കാം, സന്താനഭാഗ്യം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നാളെ വലിയ അധ്വാനമില്ലാത്ത പ്രവർത്തികളിൽ നിന്നും ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. തൊഴിൽപരമായ നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം. ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി അത്ര അനുകൂലമായ സാഹചര്യത്തിൽ കൂടിയല്ല നാളത്തെ ദിവസം കടന്നു പോകുക എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. തൊഴിൽപരമായി വലിയ ഗുണകരമായ ഒരു ദിവസമൊന്നുമല്ല നാളത്തെ ദിവസം. ശത്രുക്കൾ മൂലം ദോഷങ്ങളും സാമ്പത്തിക നഷ്ടവും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നും തിക്താനുഭവങ്ങളും ശത്രുതയും ദോഷങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു. എന്നാൽ പിതാവിനെ കൊണ്ട് നാളെ ഗുണകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും ശത്രുത നിറഞ്ഞ അനുഭവങ്ങളും അവിടെ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖം പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടം ഏറെക്കുറെ പ്രതീക്ഷിക്കാം. തൊഴിൽ ഗുണം കാര്യമായിട്ടൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പല കാര്യങ്ങളിലും നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ദിവസം ശാരീരികവും മാനസികവുമായുള്ള ക്ലേശങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, സ്വത്ത്, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമൊക്കെ എടുക്കുന്നൊരു ദിവസമാണെങ്കിലും അതുകൊണ്ട് നേട്ടമൊന്നും കാര്യമായി വന്നു ചേരണമെന്നില്ല. അപ്പോൾ നാളത്തെ ദിവസം പല കാര്യങ്ങളിലും ലാഭം പ്രതീക്ഷിക്കാമെങ്കിലും പക്ഷെങ്കിൽ അത് വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് നാളത്തെ ദിവസം ഒരു പ്രത്യേകത. അപ്പോൾ മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. ദാമ്പത്യ ജീവിത സുഖം ഏറെക്കുറെ അനുകൂലമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നാളത്തെ ദിവസത്തെ അനുഭവം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പുരുട്ടാതി മുക്കാൽ നാളുകാർക്ക് സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ ഇവർക്ക് മാതാവിൻ്റെ സ്വത്ത് അനുഭവത്തിൽ വന്നു ചേരാനുള്ള ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ച് നേട്ടം പ്രതീക്ഷിക്കാം. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം, ഉയർച്ച പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നല്ല അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിത വിജയം, അതുപോലെ തന്നെ വസ്ത്രം വാങ്ങിക്കുക, സ്വർണം വാങ്ങിക്കുക, അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായി കാര്യമായ നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക.
മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമെങ്കിലും പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ ഉത്രട്ടാതി രേവതി എന്ന ആളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദയാനന്മായ ഏറെക്കുറെ അനുകൂലമാണ്. കുടുംബസുഖം കൊണ്ട് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽ ഗുണം അവർക്ക് കാര്യമായി ഇല്ലെങ്കിലും ഏറെക്കുറെ നല്ല ഫലങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള താല്പര്യം അവർക്കുണ്ടാകും. ചിലരൊക്കെ അത്യാഗ്രഹം കാണിക്കും. അതുപോലെ തന്നെ ധനപരമായ നേട്ടം ചിലർക്ക് വന്നു ചേരും. ശുഭാപ്തി വിശ്വാസം വന്നു ചേരുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതിയും പിതാവിൻ്റെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസം. ദാമ്പത്യ ജീവിത സുഖവും ഏറെക്കുറെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം ഇവർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ചിലരെ സംബന്ധിച്ചോളം ധനനഷ്ടത്തിനും അതുപോലെ തന്നെ പലവിധമായ നഷ്ടങ്ങൾക്കും സാധ്യതയും ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇങ്ങനെയാണ് നാളത്തെ അനുഭവം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പലരും പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. സാമ്പത്തികമായ കടബാധ്യത, തൊഴിൽപരമായ പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, മക്കളെക്കുറിച്ചുള്ള പ്രയാസങ്ങൾ, മക്കളുടെ വിവാഹം നടക്കാത്തതിലുള്ള മനോവിഷമം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയാണ് ഈ മനുഷ്യരെല്ലാവരും, ഈ 27 നക്ഷത്ര ജാതകരും കടന്നു പോകുന്നത്. മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ആവശ്യമാണ്. മഹാദേവൻ അനുഗ്രഹിച്ചാൽ മാത്രമേ അവരുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂ. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ മഹാദേവൻ്റെ അനുഗ്രഹം അവർക്ക് ആവശ്യമാണ്. സമയനേട്ടം ഇല്ലാത്തവർക്ക്, എപ്പോഴും സമയം കൊണ്ട് അവരുടെ നല്ല സമയം കൊണ്ട് കാര്യങ്ങൾ നടക്കാത്തവർക്ക് മഹാദേവനുമായിട്ടുള്ള പ്രാർത്ഥന, മഹാദേവൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന പൂജ, ഇതുകൊണ്ടുള്ള ഫലങ്ങളാണ് അവരുടെ ജീവിതത്തെ നയിക്കുന്നത്. അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കണമെങ്കിൽ അവരുടെ സമയം മോശമായ സമയമാണെന്നുള്ള ഒരു ചിന്തയോടുകൂടി എൻ്റെ സമയം കൊണ്ട് എനിക്കൊരു നേട്ടവും ഉണ്ടാകത്തില്ല, പിന്നെയോ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുകയുള്ളൂ എന്നുള്ളൊരു ചിന്തയോടുകൂടി മഹാദേവൻ്റെ സന്നിധിയിൽ പൂജ ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന പൂജ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മഹാദേവൻ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കും. അതിനായിട്ട് ഞാൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മഹാദേവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവനെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ നിത്യവും പ്രാർത്ഥിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരിൽ വന്നു ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം പറഞ്ഞ് നിർത്തുകയാണ്. നാളെ വീണ്ടും കാണാം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.